അഡ്വക്കേറ്റ് വസന്ത, കോടതിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള പരാമർശമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ഭാരതീയനാണോ എന്ന് സംശയം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഭാരതീയൻ ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. ഞാൻ ആമുഖത്തിൽ ചോദിച്ചത് രാഹുലിന് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ, അല്ലെങ്കിൽ അവിവേകമാണോ, ബുദ്ധിശൂന്യതയാണോ? ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. കാരണം നിരന്തരം ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നു. സൈനികരെ നോക്കൂ, നമ്മുടെ ഗോപാലൻ നായരെ പോലുള്ള സൈനികർ, അവരുടെ ത്യാഗം അതുപോലും അവഗണിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ. 2000 കിലോമീറ്റർ ഗാൽവൻ ആ പ്രദേശത്തെ 2000 കിലോമീറ്റർ ഭൂമി അത് ചൈന കൈക്കലാക്കി എന്ന തരത്തിലുള്ള തികച്ചും അവാസ്തവമായിട്ടുള്ള ഒരു പരാമർശം എന്തുകൊണ്ട് നടത്തി, എവിടെ നിന്നാണ് താങ്കൾക്ക് തെളിവുകൾ ലഭിച്ചത് എന്നുകൂടി കോടതി ചോദിച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലെങ്കിലും ഒരു പുനർവിചിന്തനത്തിന് രാഹുൽ തയ്യാറാവേണ്ടതല്ലേ? നോക്കൂ, ോടുള്ള എല്ലാ ബഹുമാനവും ഏറ്റവും മുമ്പ് സംസാരിച്ച ഹവീൽദാർ, അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധവും ക്രോണോളജിക്കൽ എററുമുള്ള വലിയ പ്രധാനപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശത്തെ, അതും പെന്റഗണിനെ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ പെന്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നു, എന്താണ് ഇതിന്റെ വാസ്തവം, രാജ്യത്തിന് അറിയണം എന്ന് പറയുന്നതിൽ നിങ്ങൾ ഇത്രമാത്രം വലിയ പ്രശ്നമാണ്. പറഞ്ഞോളൂ. അതായത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പെന്റഗൺ റിപ്പോർട്ടിനെ ഉദാഹരിച്ചുകൊണ്ട് ഇതാ പെന്റഗൺ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് രാജ്യത്തിന് അറിയണം എന്ന കണക്കിനുള്ള പരാമർശത്തെ ഇത്രമാത്രം ദേശവിരുദ്ധമായി നിങ്ങൾ ഈ ചർച്ചയിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്റെ സഹ പാനലിസ്റ്റ് ഹവിൽദാർ KP ഗോപാലൻ പറഞ്ഞു വെച്ചത് രാജ്യവിരുദ്ധത്തിന്റെ അങ്ങേയറ്റമാണ്. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് 62-ലെ യുദ്ധത്തിന് ശേഷം ഇതാ ചൈനീസ് പട്ടാളം അവിടെ വെച്ച് നമ്മുടെ സൈനികരെ തിരിച്ചു തരുമ്പോൾ അവർക്കൊപ്പം കൊടുത്തുവിട്ടു എന്ന് പറയുന്നത്. നോക്കൂ, അന്താരാഷ്ട്ര കോടതിയിൽ തന്നെ നമ്മളുടെ അവർ ബന്ദികൾ സൈനികരടക്കമുള്ളവരുടെ കാര്യത്തിൽ മനുഷ്യത്വപരമായി അല്ല പെരുമാറിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ തന്നെ നേരിട്ട് സമീപിച്ച വിഷയമാണ് യുദ്ധം. അത് ഒരു സൈനികൻ കൂടിയായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അദ്ദേഹം പയ്യന്നൊക്കെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വല്ലാതെ കണ്ടങ്ങ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പട്ടാളമാകുന്നതിന് മുമ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുവെങ്കിലും കുറച്ചൊക്കെ ചരിത്രബോധം വേണം. ഇന്ത്യ ഗവൺമെന്റ് തന്നെ നേരിട്ട് അന്താരാഷ്ട്ര കോടതിയുടെ മുമ്പിലും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നീതിപീഠങ്ങളുടെ അന്നത്തെ നമ്മുടെ ബന്ദികളുടെ നേരെ ചൈന കാണിച്ച മനുഷ്യത്വരഹിതമായ വിഷയങ്ങളിൽ കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ ആ നീതിപീഠങ്ങളെ എല്ലാം സമീപിച്ചിട്ടുമുണ്ട്. ഇത് നിങ്ങൾക്ക് നാഷണൽ ആർക്കൈവ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനെ അംഗീകരിച്ചാൽ, അതായത് കംപ്ലീറ്റ് പുതപ്പും അണ്ടിപ്പരിപ്പും കൊടുത്താണ് ചൈനീസ് ഗവൺമെന്റ് ഇങ്ങോട്ട് ബന്ദികളെ തിരിച്ചുവിട്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സ്വീകരിക്കുന്ന തരത്തിലുള്ള പോയി നമ്മുടെ സൈന്യം അന്ന് തൊട്ടേ എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി തികഞ്ഞ അവജ്ഞയോടുകൂടി അദ്ദേഹത്തിന്റെ ആ പരാമർശത്തെ ഞാൻ തള്ളിക്കളയാണ്. ഇന്ത്യൻ സൈന്യം ചൈനക്കാരന്റെ അണ്ടിപ്പരിപ്പും കമ്പിളിപ്പുതപ്പും മേടിക്കാൻ പോകുന്നവരല്ല. അത് അന്നുമല്ല ഇന്നുമല്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. അന്നത്തെ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതായിരിക്കാം. അല്ലല്ല, ആ അനുഭവം അല്ലല്ലോ, അത് ശരിയല്ലല്ലോ. ശരിയല്ലാത്ത അനുഭവം രാജ്യവിരുദ്ധമാണല്ലോ. രാജ്യവിരുദ്ധമായ അഭിപ്രായം ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ പറഞ്ഞാൽ കറക്റ്റ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ചർച്ച എടുക്കുന്നത്? നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കറക്റ്റ് വസന്ത്, അത് അദ്ദേഹത്തിന്റെ അനുഭവമല്ലേ പറഞ്ഞേ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഷെയർ ചെയ്തത്. എക്സ്പീരിയൻസിൽ അദ്ദേഹം കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം അതിശയോക്തി കലർത്തി പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, അദ്ദേഹത്തെ ഇകഴ്ത്തുകയല്ല ഞാൻ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ ശ്രീ അനിൽ നമ്പ്യാർ, അങ്ങേക്ക് തോന്നുന്നു 62-ലെ യുദ്ധത്തിൽ അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ, ചൈനയുമായിട്ടുള്ള ഏതെങ്കിലും ഒരു പോരാട്ടത്തിൽ ാക്കപ്പെട്ട നമ്മുടെ സൈനികർ, നമ്മളുടെ രാജ്യത്തെ പൗരന്മാർ, അവർ ചൈനയിൽ നിന്ന് കിട്ടുന്ന കമ്പിളിപ്പുതപ്പും അണ്ടിപ്പരിപ്പും മേടിച്ച് മടങ്ങി വരുന്നവരാണ് എന്നൊരു ബോധ്യം താങ്കൾക്കുണ്ടോ? എനിക്കില്ല. താങ്കൾക്കുണ്ടോ? അല്ല, ഞാനത് തള്ളിക്കളയാത്തത് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതാണ്. ആ എത്രയോ നീണ്ടകാലം അദ്ദേഹം ഈ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. അതിനെ ഞാൻ അവാസ്തവമായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. അനിൽ നമ്പ്യാർ, ഞാൻ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ ട്രാക്ക് റെക്കോർഡുകളെയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് അവാസ്തവമാണ്. കാരണം അത് രാജ്യമെടുത്ത നിലപാടിന് എതിരാണെന്നേ. 62-ന് ശേഷം എത്രയോ തവണ ആ യുദ്ധവുമായി അതിന് അദ്ദേഹം മറുപടി പറയും. നമുക്ക് രാഹുലിലേക്ക് വരാം. അതിന് അദ്ദേഹം മറുപടി പറയും. പറയാം. അല്ല, അദ്ദേഹം രാഹുൽ ഗാന്ധി എന്ന് വിളിച്ച അദ്ദേഹം രാഹുൽ ഗാന്ധി കുറെ കാര്യങ്ങൾ പറയുമ്പോ വിളിച്ചത്, വൃദ്ധൻ നല്ലല്ലോ വിളിച്ചത്, പയ്യനല്ലേ, നല്ല സർട്ടിഫിക്കറ്റിലെ തന്നിരിക്കുന്നത്.
ആ വന്തി വയോധികൻ പറയേണ്ടതില്ലേ? രണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൂടി പറഞ്ഞു, ഒരു 10 സെക്കൻഡ് അതുകൂടി പറഞ്ഞേക്കാം. അദ്ദേഹം പറഞ്ഞ കാര്യം 65 യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഏതാണ്ട് 30ഓളം സൈനികരെ അവിടെ മണ്ണിൽ കുഴിച്ചിട്ട് എന്നിട്ട് അവരുടെ കഴുത്തിലുള്ള ടാഗ് എടുത്തുകൊണ്ട് നമ്മൾ അവരുടെ കുടുംബങ്ങൾക്ക് അയച്ചു കൊടുത്തു എന്നാണ്. ഇത് പാകിസ്ഥാനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാകിസ്ഥാൻ അവരുടെ സൈനികരെ യുദ്ധമുഖത്ത് കൈയും തലയും ഉപേക്ഷിച്ച് മടങ്ങി പോകുന്നവരാണ്. അവരുടെ ശവശരീരങ്ങളെ ബഹുമാനിക്കാത്തവരാണ്. ആ ഷഹീദുകളെ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഷഹീദുകളെ ബഹുമാനിക്കാത്തവരാണ് പാകിസ്ഥാൻ എന്നാണ് നമ്മുടെ വാക്യം, നമ്മളുടെ ആഖ്യാനം, നമ്മളുടെ കൃത്യമായ വാദം. പക്ഷെ എന്താണ് ഇദ്ദേഹം പറയുന്നത് നേരെ തിരിച്ചു ചെയ്തത് നമ്മളാണെന്നാണ്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരെ 30ഓളം പേരെ കുഴിച്ചിട്ടിട്ട് അവരുടെ കയ്യിലെ ടാഗ് എടുത്ത് കുടുംബത്തിന് അയച്ചു കൊടുത്ത പട്ടാളമാണ് ഇന്ത്യൻ പട്ടാളം. അതും ഈ ചർച്ചയിൽ അനിൽ നമ്പ്യാരെ പോലെ ഒരാൾ നയിക്കുന്ന ഈ ചർച്ചയിൽ അത് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഞാൻ അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ അത് അഡ്രസ് ചെയ്യുകയാണ്. അങ്ങ് തിരുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്ന്, അദ്ദേഹം ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയ പരാമർശമല്ല ഇത്. ഇനി അങ്ങനെ അല്ലെങ്കിലും തന്നെ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യാം. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശം എന്ന രീതിയിൽ അതിനെ ആഖ്യാനിക്കേണ്ടതായിട്ടില്ല. 2, സുപ്രീം കോടതി ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ഇല്ലാത്തൊരു വിഷയത്തിൽ ഇങ്ങനെ ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. 3, രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞത് പെന്റഗൺ 2022 പെന്റഗൺ, അമേരിക്കയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ പെന്റഗണിനെ നേരിട്ട് 2000 കിലോമീറ്ററോളം ചൈന പിടിച്ചടക്കി ഇന്ത്യയിൽ. അവരവിടെ സെറ്റിൽമെന്റ്, അരുണാചൽ പ്രദേശിൽ ചൈനീസ് സെറ്റിൽമെന്റുകൾ പണിയുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാട് എന്നാണ് ചോദിച്ചത്. ആ സമയത്ത് കോട്ട് ചെയ്തുകൊണ്ടാണോ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതാണോ? തീർച്ചയായും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പെന്റഗൺ റിപ്പോർട്ടിനെയും NDTV റിപ്പോർട്ടിനെയും നമ്മൾ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതാ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ. അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി അക്കാര്യം പറയേണ്ടതല്ലേ കോടതിയിൽ? അല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു വിഷയത്തിലാണ് സുപ്രീം കോടതി ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അതിന്റെ പ്രൊസീജിയറൽ ഡിലേ ഉണ്ടാവും. അടുത്ത ദിവസങ്ങളിൽ അത് തീർച്ചയായും സംസാരിക്കും. ഇനി രാജ്യത്തുള്ള എല്ലാ നീതിന്യായ കോടതികളും പറയുന്നതെല്ലാം ശരിയാണ് എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സൂറത്ത് കോടതിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ വിധി വന്ന് 3ാമത്തെ മാസം അതേ കോടതി ജഡ്ജിക്ക് എല്ലാ മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ജില്ലാ ജഡ്ജിയായി പ്രൊമോഷൻ കിട്ടുമായിരുന്നില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തന്നെ പ്രധാനമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ടതായി വരുമായിരുന്നില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ജസ്റ്റിസ് ചലമേശ്വർ അടക്കമുള്ളവർക്ക് വെളിയിൽ ഇറങ്ങി വന്ന് ഇത് വലിയ അഴിമതിയാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം രാജിവെച്ച ഇന്ത്യൻ ഉപ പ്രസിഡന്റ്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം ഏത് വിഷയത്തിലാണ് ഏറ്റവും അവസാനം നിലപാടെടുത്തത്? ആ നിലപാട് ഏത് കോടതിയിലെ ജഡ്ജിയുടെ മുറിയിൽ പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ പൂർണ്ണമായും ഇത് ഇതൊരു വിശുദ്ധ പശുവാണ് കോടതി എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ശബ്ദമാണ്. വിവിധ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. അത് ചൂണ്ടിക്കാണിക്കും. അതിലെന്താ തെറ്റ്? ഭാരത് ജോഡോ യാത്രയിൽ അങ്ങ് പറഞ്ഞതുപോലെ പെന്റഗൺ റിപ്പോർട്ടിനെയും വസ്തുനിഷ്ഠമായ വിമർശനമാകാം അഡ്വക്കേറ്റ് വസന്ത്, പക്ഷേ ഈ ഫാക്ച്വൽ എറർ സംഭവിക്കാൻ പാടില്ലല്ലോ. ഞാൻ നേരത്തെ അരുൺ ജെയ്റ്റ്ലിയുടെ കാര്യം പറഞ്ഞു. അന്തരിച്ച ഒരു നേതാവിനെയാണ് അദ്ദേഹം അധിക്ഷേപിച്ചത് അല്ലേ? അതിനൊരു മാപ്പ് പോലും പറഞ്ഞിട്ടില്ല. അപ്പം നോക്കൂ, ഇദ്ദേഹം വളരെ പക്വമതിയായിട്ടുള്ള വിവേകശാലിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു നേതാവിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് കോൺഗ്രസിന് തന്നെ ബോധ്യപ്പെടുന്നില്ലേ? ശ്രീ നമ്പ്യാർ, ഞാൻ ചോദിക്കും, ഒരു സ്ലിപ്പ് ഓഫ് ടൈമിലാണ് അങ്ങ് നിൽക്കുന്നത്. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം നടന്ന സമയത്ത് തന്നെ ഇന്ത്യയിൽ ഏതാണ്ട് 64 ചൈനീസ് ആപ്പുകൾ ഇന്ത്യ ഗവൺമെന്റ് നിരോധിക്കുന്നത്? ടിക്ടോക്ക് അടക്കം, ഈ പണ്ട് നമ്മൾ ടിക്ടോക്ക് ഒക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ ടിക്ടോക്കിലേക്ക് ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് നോക്കൂ, ടിക്ടോക്ക് ഇല്ല,
രാജ്യത്ത് ടിക്ടോക്കിൽ എന്തുകൊണ്ടാണ്? അന്ന് അതിർത്തിയിൽ ഒരു അമർഷം ഉണ്ടായിരുന്നു, അന്ന് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യ ഗവൺമെന്റ് വളരെ സ്ട്രാറ്റജിക് ആയി എടുത്തൊരു ഡിസിഷനാണ് ചൈനയുടെ ആപ്പുകൾ നിരോധിക്കുക എന്നുള്ളത്. അപ്പോ ഇത് രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഒരു ദിവസം സ്വപ്നം കണ്ട് ഇല്ലാക്കഥ ഉണ്ടാക്കി പറഞ്ഞതാണ് എന്ന കണക്കിനുള്ള പ്രചരണം തെറ്റാണ്. ആ സമയത്ത് സ്വാഭാവികമായും അതിർത്തിയിലൊരു പ്രശ്നം. ഇന്ത്യയുടെ ഗാൽവൻ മേഖലയിലുള്ള 2000 കിലോമീറ്റർ ഭൂമി ചൈന കൊണ്ടുപോയോ? എന്താണ് ഇപ്പൊ കോൺഗ്രസിന്റെ നിലപാടെന്താ? രാഹുൽ പറഞ്ഞതിലാണോ ഉറച്ചു നിൽക്കുന്നത്? നോനോ, അല്ലല്ല. രാഹുൽ ഗാന്ധി ചോദ്യമാണ് ചോദിക്കുന്നത് ഭാരത് ജോഡോ യാത്രയിൽ. ആ വീഡിയോ അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങ് പ്ലേ ചെയ്യൂ. ഏതായാലും അങ്ങേക്കും ഡോക്ടർ മോഹൻ വർഗീസിനും ഒക്കെ വളരെ കൃത്യമായി ഹിന്ദി വ്യാഖ്യാനിക്കാൻ സാധിക്കുമല്ലോ. അതായത് പെന്റഗണും NDTVയും അടക്കം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് രാജ്യത്തിന്റെ നിലപാട് എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടല്ലാതെ ആരോടാണ് ചോദിച്ചത്? അന്തർദേശീയ മാധ്യമങ്ങൾ അന്തർദേശീയ തലത്തിൽ പറയുകയാണ് നമ്മുടെ 2000 കിലോമീറ്റർ പോയി. പ്രത്യേകിച്ച് പെന്റഗൺ അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്ന് അമേരിക്കൻ ചങ്ങാത്തം വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന രാജ്യത്തെ ഭരണകൂടം എന്താണ് നിശബ്ദത പാലിക്കുന്നത് എന്ന തരത്തിലാണ് ചോദ്യം വരുന്നത്. ആ ചോദ്യത്തിനെ അവിടെയാണ് രാഹുലിനെ പോലുള്ള ഒരു നേതാവിന് നമ്മുടെ സൈന്യത്തെ വിശ്വാസമില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അതൊരു കോമൺ സെൻസിന്റെ പ്രശ്നമല്ലേ? നോക്കൂ, ഇത്രയും ബ്രേവ് ഹീറോസ് നമ്മുടെ അതിർത്തി കാക്കുന്ന സമയത്ത് 2000 കിലോമീറ്റർ ഭൂമിയൊക്കെ ചൈന കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? കൊച്ചു കുട്ടികൾ പോലും വിശ്വസിക്കില്ലല്ലോ. അത്രമാത്രം പവർഫുൾ അല്ലേ നമ്മുടെ സേന. അത് രാഹുലിന് മനസ്സിലാക്കാത്തതാണോ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സി സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെ? നോക്കൂ, വസന്ത് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയിട്ടാണ് ഭാരതത്തിൽ ജനാധിപത്യം തകർന്നു എന്ന പ്രസ്താവന രാഹുൽ നടത്തിയത്. മാത്രമല്ല, ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല എന്ന പരാമർശവും രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലേ? അതായത് ഒരു തരത്തിൽ ഭാരതത്തിൽ അരാജകത്വമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം. നരേന്ദ്രമോദിയെ ലോകഗുരുവായി വാഴ്ത്തിപ്പാടുമ്പോൾ ഭാരതം ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത ഉദിക്കുന്നത് ഒരു അധമ മനസ്സിൽ നിന്ന് തന്നെയല്ലേ? ആ ഒരു സംശയമല്ലേ ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്? അതിന് കോടതി എന്തിനാണ് കുറ്റം പറയുന്നത്? നരേന്ദ്രമോദിയെ ലോക ഗുരുവായി വാഴ്ത്തുന്ന നരേറ്റീവ് BJP ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തെ അങ്ങനെ വാഴ്ത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ നോക്കൂ, ക്രിയേറ്റീവായ ക്രിറ്റിസിസം, അത് ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കപ്പെടുമ്പോൾ അത് ഗവൺമെന്റിനെതിരായ വിമർശനമല്ല, അത് രാജ്യത്തിനെതിരായ വിമർശനമാണ് എന്ന കണക്ക് ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് പ്രതിപക്ഷ നേതാക്കളെ ആകെ അങ്ങ് ത്രിശങ്കു സ്വർഗത്തിലാക്കി കളയുന്ന രീതി കുറച്ചു കാലമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത് നോക്കൂ, ഗവൺമെന്റിനെതിരായ വിമർശനം വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഹാലിളകുന്നത്? എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ഈ ജോഡോ യാത്രയിൽ അദ്ദേഹം ചോദിക്കുന്നത് പെന്റഗൺ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, എന്താണ് വാസ്തവം എന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ പെന്റഗൺ റിപ്പോർട്ടിനെ തള്ളിക്കളയാ, പെന്റഗൺ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാ, അല്ലെങ്കിൽ പെന്റഗൺ പറഞ്ഞതിൽ വസ്തുത ഇതാണ് എന്ന് പറയാ എന്നതിന് അങ്ങനല്ല കേട്ടോ. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? മഹാരാഷ്ട്രയിലടക്കം ഇരട്ട വോട്ടുകൾ വലിയ രീതിയിൽ ഉണ്ട് എന്ന് കണ്ടെത്തി അതിന്റെ ഡേറ്റയുമായി ശ്രീ രാഹുൽ ഗാന്ധി വരുമ്പോ ഇതാ ജനാധിപത്യം തകർന്നു എന്നല്ലാതെ പിന്നെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അത് പറയുന്ന സമയത്ത് പറയാണ് ഇതാ രാജ്യത്തിനെതിരായാണ് ഈ വിമർശനം. ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലം വെളിയിലായാൽ അത് രാജ്യത്തിനെതിരായി പോകുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട്, അങ്ങ് പറഞ്ഞത് സൈന്യത്തിന്റെ വിശ്വാസമില്ലേ എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, തന്നെ പങ്കെടുക്കുന്ന മുൻ സൈനികൻ പറഞ്ഞ ഫാക്ച്വൽ എറേഴ്സ്, ക്രൊണോളജിക്കൽ മിസ്റ്റേക്കുകൾ, അത് ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ? അപ്പൊ ആ തെറ്റുകൾ ആർക്കും സംഭവിക്കാം. എനിക്ക് സംഭവിക്കാം, അനിൽ നമ്പ്യാറിന് സംഭവിക്കാം, ഹവീൽദാർമാർക്ക് സംഭവിക്കാം. ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. തെറ്റുകൾ വന്ധ്യവയോധികനായ ഗോപാലൻ നായർക്ക് ചിലപ്പോ താങ്കൾ പറഞ്ഞ പോലെ ക്രൊണോളജിക്കൽ എററൊക്കെ സംഭവിച്ചു കാണും. അതുപോലെയാണോ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്? ആണോ? ഞാൻ വളരെ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, നിങ്ങൾ ഈ ഇന്ന് എടുക്കുന്ന വിഷയവും സുപ്രീം കോടതി ഇന്ന് പരാമർശിച്ച വിഷയവും അദ്ദേഹം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആയ സമയത്തേതല്ല. അതറിയാം. പക്ഷേ എന്തായാലും കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവ് തന്നെയാണല്ലോ രാഹുൽ, അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അല്ല, ഞാനതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും സ്വാഭാവികമായും പ്രതിപക്ഷ ഐക്യത്തെ ഒന്നാകെ നയിച്ച നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ വാലിഡിറ്റി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പരാമർശത്തെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ, പട്ടിയെ പേപ്പട്ടിയാക്കുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ല. നാക്കുപിഴ സംഭവിക്കും, പക്ഷേ നിരന്തരം നാക്കുപിഴ സംഭവിക്കുന്നത് എന്തൊരു കുഴപ്പമല്ലേ അത്? അല്ല, ഇത് നാക്കുപിഴ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ നരേറ്റീവ് അങ്ങനെയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ സൈഡ് അങ്ങനെയല്ലല്ലോ.
രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യമേ അതല്ല. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് രാജ്യം സൈലന്റ് ആയി നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ നിശബ്ദത പാലിക്കുന്നത്, അതിന് ഉത്തരം പറയണ്ടേ, അതോ ഇനി അങ്ങനെ അല്ലയോ? യെസ്, എന്തായാലും അതാണോ അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെങ്കിൽ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ അതിന് മറുപടി പറയും.